4 ഇന്നാണ് നമ്മൾ ഐ ലവ് സ്കൈ കാണാൻ പോകുന്നത്. അപ്പം ഞാൻ റെഡി ആയിട്ട് വരാം. നമുക്ക് റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 9:20 എനിക്ക് പിക്കപ്പ് ഉണ്ട്. എൻ്റെ പിക്കപ്പ് അപ്പോഴാണ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഞാൻ റെഡിയായി. ഇന്നത്തെ ഒരു കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് റൂമിൻ്റെ കളേഴ്സ് മൊത്തം കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായിട്ടോ. പക്ഷേ ഈ ഡ്രസ്സ് ഇട്ട് വന്നപ്പോൾ എൻ്റെ ഡ്രസ്സും ഈ കർട്ടനും റൂമും ഒക്കെ ഒരേ കളറാണ്. ഭയങ്കര ഒരു കോയിൻസിഡൻസ്. എല്ലാം ഒരേപോലെ കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി. അതുകൊണ്ട് നിങ്ങളോട് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടോ, കർട്ടനും ഞാനും ഒരേപോലെ. കർട്ടൻ എന്തായാലും അതല്ല കോമഡി ആയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ എന്നാൽ ശരി, ഞാൻ എന്നാൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ. എന്നിട്ട് നമുക്ക് പുറത്തിറങ്ങണം. കറക്റ്റ് സമയത്ത് എപ്പോഴും ഇറങ്ങണം. അല്ലെങ്കിൽ ഇവിടത്തേക്ക് ആൾക്കാരുടെ ഒരു ക്വാളിറ്റിയാണ് പങ്ക്ച്വാലിറ്റി. അവർ കറക്റ്റ് സമയത്ത് നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. എല്ലാവരും കുറേ പേരുണ്ട് അങ്ങനത്തെ ഒരു ക്വാളിറ്റി. അതായത് ഇപ്പോൾ ടൂർ ഗൈഡ് പറയുകയാണെങ്കിൽ ഒരു ടൂർ ഗൈഡ് പറയും ചിലപ്പോൾ 5:05 ഇവിടെ എത്തണം പറഞ്ഞാൽ എല്ലാവരും 5:04 ഇവിടെ എത്തിയിട്ടുണ്ടാവും ഇവിടെ. അപ്പോൾ നമ്മൾ കാരണം ആരുടെയും ടൈം വേസ്റ്റ് ആവരുത് എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടെയാണ്. നമ്മൾ മറ്റുള്ളവരുടെ ടൈമിനെ ബഹുമാനിക്കുന്നതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാൻ ഓൺ ടൈമിലെത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ടൈം മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് നമ്മൾ ഇറങ്ങും. അപ്പോൾ നമ്മൾ നേരെ ഐ ലവ് സ്കൈലോട്ട് നിന്ന് പോവും. ബൈ. ഉണ്ടായിരുന്നു പണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫുട് പ്രിൻറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ എന്നാണ് പറയുന്നത്. അറിയില്ല. അപ്പോൾ ഇയാൾ പറയുകയാണ് നമ്മളെല്ലാവരും സ്കോട്ട്ലാൻഡിൽ നിന്ന് വന്നവരാണ്. കാരണം എല്ലാവരുടെയും ഒറിജിൻ ഈ ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. പണ്ട് ഡൈനോസേഴ്സും ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെയൊക്കെ ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നത് ഇവിടെയാണ് ആദ്യം എന്നൊക്കെ പറയുന്നത്. പിന്നെ അതുപോലെ ഫസ്റ്റ് ഉണ്ടായ മാമൽ ഒരു ഫിഷ് എന്നായിരുന്നു. ഫിഷിൽ നിന്നാണ് നമ്മൾ മാമൽസ് ഉണ്ടായിരുന്നത്. അപ്പോൾ മാമൽസ് സ്റ്റാർട്ടായതൊക്കെ ഇവിടുന്ന്. അപ്പോൾ എല്ലാവരുടെയും ഒറിജിനൽ എവിടെയോ സ്കോട്ട്ലാൻഡ് ഉണ്ടെന്നൊക്കെയാണ് നമ്മുടെ കൂടെ വന്ന ഗൈഡ് പറഞ്ഞത്. നൈസ്. ഞാനിതിൻ്റെ ഇടയിൽ വല്ല സീലിനും ഇതിനേലും കാണാൻ പറ്റുവാണെങ്കിൽ നന്നായി എന്ന് വിചാരിക്കും. പക്ഷെ കാണാൻ അറിയില്ല. ഇത്ര ഭാഗ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ
കുറച്ച് ദൂരം പോവാം. അധികം ഫുൾ അങ്ങോട്ടേക്കും പോകുന്നില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ പോയി നോക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയണ്ടേ. നമുക്ക് കിട്ടാത്തൊരു വ്യൂ കിട്ടുവാണെങ്കിലും വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ കൂടുതൽ ദൂരം പോയി നോക്കുന്നത്. ആക്ച്വലി ഇതെല്ലാം ഒരേപോലെയാണ് സത്യത്തിൽ. പക്ഷേ ചിലപ്പോൾ ഒരു ഡിപ്പ് കാണും. ഡിപ്പ് ഞാൻ കണ്ടു. ഡിപ്പുള്ള സ്ഥലം കൂടെ കാണുന്നത് ഡിഫറെൻ്റ്. അതുകൊണ്ട് ഇവിടം വരെ പോകാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ആ തല വരെ പോകാൻ ടൈം അത്രയ്ക്കില്ല. അതാണ് ഇഷ്യൂ. ടിപ്പിൽ വന്ന് നിൽക്കണം. അപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എപ്പോൾ ഫുഡ് വരുന്നൊന്നും അറിയില്ല. വെയിറ്റിംഗ്. ഫസ്റ്റ് ഞാൻ കണ്ടുപിടിച്ച ഇന്ത്യൻ ഹോട്ടൽ ക്ലോസ്ഡ് ആയിരുന്നു ഒന്ന്. അത് വേറെ ഉണ്ടോ നോക്കി തപ്പി കണ്ടുപിടിച്ചിരുന്ന അവസാനം കിട്ടിയിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ. ഇന്ത്യൻ ഫുഡ് തന്നെ കഴിക്കണം എന്ന് വിചാരിച്ച് മണ്ടത്തരായി പോയി. കാരണം ഇന്നലെ ഞാൻ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് വൈകുന്നേരം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ആ റെസ്റ്റോറൻറ്റ് പറഞ്ഞല്ലോ ക്ലോസ്ഡ് ആയി. അപ്പോൾ ഞാൻ വേറെ റെസ്റ്റോറൻറ്റ് ഇവിടെ കഷ്ടകാലത്തിന് കാണാനിടയായി. പ്രിൻസ് ഓഫ് ഇന്ത്യ എന്നാണ് പേര്. ഞാൻ ബിരിയാണി ഓർഡർ ചെയ്തു. കാരണം ഹാഫ് ഉണ്ടെങ്കിൽ ഹാഫ് വൈകുന്നേരത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം സാധാരണ ബിരിയാണിയുടെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. അപ്പം വാങ്ങിച്ചു. വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്പൈസി വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ സ്പൈസി വേണമെന്ന് പറഞ്ഞു. പക്ഷേ സ്പൈസി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കാൻ പറ്റുന്നൊരു സ്പൈസിനെസ് അല്ലേ ഉള്ളൂ. അതല്ലേ നമ്മൾ പ്രതീക്ഷിക്കുള്ളൂ. പക്ഷെ ഇവർ സ്പൈസി അങ്ങോട്ടാക്കി കാശ്മീരി ചില്ലി മറ്റേ ആന്ധ്രയിൽ പോലും ഞാൻ ഇത്രയും സ്പൈസി ഫുഡ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ആന്ധ്രയിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇത്രയും സ്പൈസി ആയൊരു സാധനം കഴിച്ചിട്ടില്ല. എനിക്ക് വായിൽ വയ്ക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ റായ്ത്തില്ല. ശരിയാണ്, എഡിൻബറോ എന്നൊക്കെ കഴിക്കുമ്പോഴും റായ്ത്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ റായ്ത്ത എക്സ്ട്രാ ഓർഡർ ചെയ്തു. കാരണം അത്രയും സ്പൈസി ആയ കാരണം. അല്ലെങ്കിൽ ഞാനതൊന്നും ഓർഡർ ചെയ്യാറില്ല. എനിക്ക് ബിരിയാണി മതി, ബിരിയാണി ടേസ്റ്റ് ഉണ്ടെങ്കിൽ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ 13 രൂപ ബിരിയാണിക്ക്, 13.9 രൂപ ബിരിയാണിക്ക്. റായ്ത്ത ചോദിച്ചപ്പോൾ അയാളുണ്ട് ഒരു ജസ്റ്റ് കേർഡ് വന്നു വെച്ചു. കേർഡ് ജസ്റ്റ് ഇവിടെ ഗ്രീക്ക് യോഗേർട്ടിന് വരെ 2 പൗണ്ട്സേ ഉള്ളൂ. 3.9 സംതിങ് 3.95 സംതിങ് പൗണ്ട് വെറും കേർഡിന്. ഒരു പ്ലേറ്റിൽ കേർഡ് കൊണ്ടു വയ്ക്കാൻ. എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് അബദ്ധമായിരുന്നു. പക്ഷേ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല, ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ കൂടുതൽ സ്പൈസി കഴിച്ചാൽ യാത്ര ചെയ്യാൻ പറ്റില്ല. അത് എൻ്റെ പൊട്ടത്തരാണ്. ഞാൻ സ്പൈസി എന്ന് പറയരുതായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ബാക്കി ഞാൻ എന്തിനോ വേണ്ടി പാർസൽ എടുത്തിട്ടുണ്ട്. കഴിക്കും തോന്നണില്ല. എന്നാലും അതിൽ ചിക്കനെങ്കിലും എടുത്തിട്ട് വൈകുന്നേരം കഴിച്ചാലോ എന്നാലോചിക്കുകയാണ്. കാരണം കാശ് കുറേ പോയി. 17 രൂപയോളം 18 രൂപയായി ടോട്ടല്. എന്തിനു കഴിച്ചു എന്ന് എനിക്കറിയില്ല. എഡിൻബറോന്ന് ബിരിയാണി, അടിപൊളി ബിരിയാണി കഴിച്ചപ്പോഴും എനിക്ക് വെറും 12 പൗണ്ടോ 11 പൗണ്ടോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അറിയില്ല, ഞാനിനി റെസ്റ്റോറൻറ്റിലേക്ക് വരും തോന്നുന്നില്ല. അതിൻ്റെ വിഷമം തീർക്കാൻ ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ച് വീണ്ടും കാശിലാക്കി. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇത്. കാരണം എരിഞ്ഞിട്ട് വേറൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ല അനുഭവം. ഞാൻ കരുതി ഇവിടെ വന്നിട്ട് എന്താണ് ഇതുവരെ ഒരു പാളിച്ചുണ്ടാവാതിരുന്നത്. കുറേ കാര്യങ്ങളൊക്കെ നന്നായിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നു. ക്ലൈമറ്റ് എല്ലാം കുറച്ച് ബെറ്ററായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു. പിന്നെ ഉത്തരമൊക്കെ എല്ലാം വന്നു. എല്ലാം ഫുഡ് നമ്മൾ ഇന്ത്യക്കാരൻ തന്നെ ചതിച്ചു എന്നുള്ളതാണ്. പക്ഷെ കുഴപ്പമില്ല, തളരരുത് രാമകുട്ടിയില്ലേ. നമ്മൾ ഒരു കാശും കൂടെ ചിലവാക്കിയാൽ ഐസ്ക്രീം ഈസ് നൈസ്. എന്തായാലും എനിക്ക് ഈ സമയത്ത് അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് ചെയ്യട്ടെ. എന്നാൽ ശരി.
സൈഡിൽ കൂടെ ഉള്ള വ്യൂ ആണത്. അതുപോലെ നമ്മൾ പോകുമ്പോൾ ഞാനിങ്ങനെ പോകുന്ന വഴി ഇതായിരുന്നു. ഇങ്ങനെ ഈ വഴി മൊത്തം പോയാലാണ് ലോൺലി ആയിട്ടുള്ള ലൈറ്റ് ഹൗസ് കാണാൻ പറ്റുള്ളൂ. ദൂരമുണ്ട്, ഓക്കെ. നമ്മളിപ്പോൾ ഇറങ്ങി വന്നത് ഇത് ആ വഴിയിൽ നിന്നാണ്. വഴി അങ്ങനെ ഇറങ്ങിയതായി ഇങ്ങനെ വന്നിരിക്കുകയാണ്. പകുതി വഴിയിലൊരു വ്യൂ പോയിന്റിലൊരു ഡിപ്പ് കാണാനുണ്ട്. ഈ ഡിപ്പ് എന്താ നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. ഗുഡ് ടു എക്സ്പ്ലോർ റൈറ്റ്. ഈ തുമ്പത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. യു ക്യാൻ സീ അയ്യോ അവിടെ എന്തോ പാസ് ചെയ്തു. അയ്യോ ഞാൻ വീഡിയോ എടുക്കുന്നതിലത് ശ്രദ്ധിച്ചില്ല. എന്തോ ഒരു ആനിമലാണോ അതോ ഇവിടെ എന്തോ ആണ് സംഭവിക്കുന്നതെന്നുള്ളത്. നോ, അതൊരു റോക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് ഷീപ്പിനെയൊക്കെ അടുത്തുനിന്ന് കണ്ടത്. നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനാണ് നമ്മുടെ മുമ്പിലേക്ക് കാണുന്ന സംഭവം. ഓക്കെ, ഇനി ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഇതന്നെ വഴി ഇങ്ങനെ പോകുന്നത് കാണാം. നമ്മളിങ്ങനെ ലൈറ്റ് ഹൗസ് ലക്ഷ്യമാക്കി ഇങ്ങനെ പോവാണ്. ഇടയ്ക്ക് ഒരു ഡിപ്പ് കാണാനുണ്ട്. ഡിപ്പ് കാണുമ്പോൾ നമ്മൾ വെറുതെ പോയത്. പക്ഷെ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. പോയാൽ ചിലപ്പോൾ തിരിച്ചു വന്നോളന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ക്യാമറയിൽ കാണുന്നത് അങ്ങോട്ട് പോയ വ്യൂ എന്താണെന്ന് എനിക്കറിയാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ പോകാത്തതിന് വേറൊരു റീസൺ കൂടെ ഉണ്ട്. നമ്മൾ റാറ്റ്ലിൻ ഐലൻഡിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ലൈറ്റ് ഹൗസൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഇത് കുറച്ചുകൂടെ ഒരു ഐറിഷ് ലാൻഡ്സ്കേപ്പാണ്. അപ്പോൾ അത് കാരണം എനിക്കിത് കണ്ട് നല്ല പരിചയമുണ്ട്. ഇങ്ങനെ പോയിട്ടും കുറച്ച് പരിചയമുണ്ട്. ക്ലിഫ് സൈഡൊക്കെ കണ്ട് പരിചയമുണ്ട്. എനിക്കങ്ങനെ അത്ര ഒരു എന്താ പറയുക ഭയങ്കരമായൊരു താല്പര്യം തോന്നുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർഡ് ആണ് കുറേയൊക്കെ. ഇത് കുറച്ചുകൂടെ ഇന്ന് ഞാൻ വന്ന എല്ലാ സ്ഥലങ്ങളും പൊതുവേ നോർത്തേൺ അയർലൻഡിനോട് ചേരുന്നൊരു എന്താ പറയുക അതേ ഒരു ടെറൈൻ ലാൻഡ്സ്കേപ്പൊക്കെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പോയി കാണണമെന്നില്ല. ആൻഡ് ഓൾസോ ലൈറ്റ് ഹൗസ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻറ്റ് വ്യൂ ആണ് ഏറ്റവും ഭംഗി. കാരണം ആ ലൈറ്റ് ഹൗസ് ഡിസ്റ്റൻ്റായി നിൽക്കുന്നതുകൊണ്ടാണ് ഷിപ്സിന് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അതാണ്. പോവാതിരിക്കാൻ വേണ്ടി ഒരു എക്സ്ക്യൂസ് പറയാമെന്ന് നിങ്ങൾ കരുതണ്ട. അങ്ങനെയൊന്നുമല്ല. എനിക്ക് അതാണ് ഇഷ്ടം. അത് മതി.